ഇന്ന് ശ്രീകുട്ടൻ ചൂണ്ടാനായിട്ട് വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു മാന്ത്രിക തീറ്റുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ഇട്ടാലും നല്ല രീതിക്ക് പിലോപ്പി കിട്ടുന്ന ആശാൻ പറഞ്ഞിട്ടുള്ള അവൻ അത് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ ചാലക്കുടിയിലുള്ള ബൈജൂസ് ചൂണ്ടക്കടയിൽ കേട്ടാ. വെറുതെ ഒന്ന് ചൂണ്ടല്ലേ സെറ്റ് എടുക്കാൻ പോയി പാടത്ത് ചേട്ടൻ പറഞ്ഞത് ഈ ഒരു തീറ്റ കൊണ്ടുപോയി നോക്കണം, നല്ല രീതിക്ക് പിലോപ്പി കിട്ടുന്നു. അങ്ങനെ അത് കൊണ്ടുവന്ന് നമ്മൾ നനച്ചപ്പോഴായിട്ട് അതിൻ്റെ കളർ മാറ്റം നമുക്ക് മനസ്സിലായേ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കേരള ഫീഡൊക്കെ എടുത്ത് കുഴച്ച് നമ്മൾ പിലോപ്പി വെള്ളത്തിൽ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ണന് ശ്രീകുട്ടനെ നേരെ ചൂണ്ടാനായിട്ട് ഇരുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വെച്ചു. നല്ല രീതിക്ക് മഴയൊക്കെ വരുന്നതെന്ന് കേട്ടാ. നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നപ്പോൾ നല്ല രീതിക്ക് ലൈറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് എന്ത് മീൻ കിട്ടുന്നൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുള്ളത് ഈ ഒരു വലിയൊരു പിലോപ്പി കേട്ടാ. അത് ആ തീറ്റിട്ടിട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലായി നല്ല അപാര തീറ്റയാന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകുട്ടൻ്റെ അപ്പുറത്ത് ചൂണ്ടാനായിട്ടിരിക്കുന്നുണ്ട്. അവൻ്റെ അമ്മനും ചെറിയൊരു പിലോപ്പി കിട്ടിയിട്ടാ. ഇടണതൊക്കെ നല്ല രീതിക്കുള്ള പിലോപ്പിണ് നമുക്ക് ഈ തീറ്റ കിട്ടുന്നുണ്ട്. ഈ പിലോപ്പി പിടിക്കാൻ പോണവർക്ക് പിലോപ്പി കിട്ടുന്നുണ്ട്. ഈ ഒരു തീറ്റ വാങ്ങിച്ചൊന്ന് പരീക്ഷ കിട്ടുക, നല്ല രീതിക്ക് റിസൾട്ടൊക്കെ കിട്ടും. തൊട്ടപ്പുറത്തെ കരയിലാണ് ഒരു ആശന്റെ പൊന്തി നിൽക്കണ്ടില്ലേ. നമ്മൾ ആദ്യം വെച്ച് നല്ലൊരു പാമ്പാണ്, അവൻ ചേരക്കുട്ടനായിരുന്നു കേട്ടോ. അവനെന്താ കണ്ടെന്ന കല്ലെറിഞ്ഞ് അതിൻ്റെ കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഓടിപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അത് വീണ്ടും പിലോപ്പി കൊത്തി തുടങ്ങി. നമ്മുടെ പൊന്തി പോണ കണ്ടില്ലേ, നല്ല രീതിക്കുള്ള പിലോപ്പികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു കുളം വന്ന് നമ്മുടെ ഒല്ലൂർ പള്ളിയുടെ ബാക്കിൽ തന്നെയാട്ടാ. ഇപ്പോൾ ഇതിലും നല്ല രീതിക്ക് വെള്ളം നിറഞ്ഞാൽ ചൂണ്ടാനൊന്നും പറ്റുണ്ടായില്ല. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ബോക്സിൽ കിട്ടി മീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു പിലോപ്പിനെ നമുക്ക് കിട്ടിയിട്ടാണ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പിലോപ്പി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടന് ഇതാ മീൻ അടിച്ചു തുടങ്ങി. കണ്ണനാണ് അപ്പുറത്ത് തീറ്റെടുത്ത് എറിയേണ്ട താമസം. കണ്ണനെ അടിച്ചിട്ടൊരു മീൻ ഇതുപോലത്തെ സൈസുള്ള പിലോപ്പികളാണ് നമുക്ക് ആദ്യം കിട്ടാറ്. ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് വലിയ വലിയ പിലോപ്പികളാട്ടോ. എന്ന് വെച്ചാൽ വെള്ളം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയത് ഈ ഒരു വലിയ പിലോപ്പിനെ നമ്മൾ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള മീനോളം നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മീനോളാണ് നിങ്ങൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും കൂടുതൽ മീനോളം ഈ പെട്ടിയിലുള്ളുണ്ട്. നമ്മൾ ഈ വെള്ളം കളഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 3 കിലോൻ്റെ അടുത്ത് മീനോളം നമുക്ക് ഈ ഒരു 50 രൂപയുടെ തീറ്റയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ.